Hello guys. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കോളേജിലെ ക്രിസ്മസ് പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ വൈറ്റും റെഡൊക്കെ ഇട്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. പ്രോഗ്രാം സ്റ്റാർട്ടിങ് 9:30 എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഭയങ്കര പഞ്ച്വാലിറ്റി ഉള്ള കുട്ടികളായതുകൊണ്ട് പ്രോഗ്രാം 10:30, 11 ആയി സ്റ്റാർട്ടായപ്പോൾ ഫുൾ കാലിയാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ആണെങ്കിൽ സൗണ്ട് ചെക്കിങ്ങും ലൈറ്റ് ചെക്കിങ്ങും ഒക്കെ നടക്കുകയാണ്. ഇതാണ് കൂപ്പൺ, ഫുഡ് കഴിക്കാനുള്ള കൂപ്പണാണ്. ബ്ലാസ്റ്റ് 24 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ചെയർസൊക്കെ ഫില്ലായി വരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റായിട്ട് ഉറക്കമൊക്കെ വന്നിട്ടിരിക്കില്ലേ എന്ന് വെച്ചാൽ പ്രോഗ്രാം നല്ല ലാഗായിരുന്നു. അങ്ങനെ നമ്മുടെ സാന്റ എത്തിയിരിക്കുന്നു ഗൈസ്, നമ്മുടെ ക്രിസ്മസ് പാപ്പ. അപ്പോഴേക്ക് എല്ലാവരും ഒന്ന് ഓണായിരുന്നു ഗൈസ്. സാന്റ ഇൻട്രോ ഇടാൻ വേണ്ടി നേരെ സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നു. പിന്നെ സോങ് ഇട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇവരുടെ ഡാൻസ് ആയിരുന്നു, അത് കഴിഞ്ഞ് മിസ്സുമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞായിരുന്നു ഞങ്ങളെ ഡാൻസ്. അങ്ങനെ ഗൈസ് ഈ ലാസ്റ്റ് കണ്ടതാണ് ഞങ്ങളുടെ ഡാൻസ്. അതിനുശേഷം നമുക്ക് വയലിൻ പ്രോഗ്രാം, DJ, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. പ്രോഗ്രാം വേറെ ലെവലായിരുന്നു. വയലിങ്ങിന് വന്നത് ഗോകുൽ കൃഷ്ണയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വയലിൻ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഫുഡ് കഴിക്കാൻ പോവാ. നോക്കാണ് അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് ദമ്മായിട്ട് നമ്മൾ പുറത്തൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ സെറ്റായിരുന്നു, നൈസായിരുന്നു സാധനം. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ജസ്റ്റ് എന്താണ് ഒന്ന് റിലാക്സ് ചെയ്തു. ക്ലാസ്സിലെ സുന്ദരി ആരാ? 3 പേര് പറയുന്നുണ്ട്. നിങ്ങൾ ആരാന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഗൈസ് ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള അടുത്ത പ്രോഗ്രാംസ് ആണ് കേട്ടോ ഇത്. റാംബാക്ക്, പിന്നെ DJ, വയലിൻസ് ഒക്കെ അതിന് ശേഷമാണ്.
ഗായ്സ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചേറ്റ് ലാസ്റ്റ് വന്നിരിക്കുകയാണ്. തളർന്ന് പണ്ടാരം അടങ്ങിയിട്ടു. അങ്ങനെ അടുത്ത ഞങ്ങളെ പ്ലാനിങ് ബീച്ചിന്റെ അടുത്തായിരുന്നു പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് നേരെ ബീച്ചിലേക്കൊക്കെ പോയി സൺസെറ്റ് കാണാന്ന് പറഞ്ഞ് പോയതാണ്. സൺ അന്നേരത്തേക്ക് ചതിച്ചു ഗൈസ്. പിന്നെ ഒരു പൈനാപ്പിളും ഒരു ഐസരുതിയൊക്കെ കഴിച്ചു. നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. അപ്പൊ എന്റെ ക്രിസ്മസ് സെലിബ്രേഷനും പ്രോഗ്രാംസ് ഒക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഒട്ടകത്തെ കണ്ടു. അപ്പൊ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ടാറ്റാ ബൈ.